ഹലോ കൂട്ടുകാരെ, നമ്മൾ ഇന്ന് ചാപ്റ്റർ 6 ലൈനുകൾ സൊല്യൂഷൻസ് ആണ് പഠിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ, പൂരിത ലൈനി, അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ, അപൂരിത ലൈനി എന്നിവയെ പറ്റി പഠിച്ചായിരുന്നു അല്ലേ. അപ്പോൾ ഇവിടെ ഇന്ന് നമ്മൾ സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ, അതിപൂരിത ലൈനിയെ പറ്റിയാണ് പഠിക്കുന്നത്. ആക്ടിവിറ്റി 3 നോക്കാം. പ്രവർത്തനം 3 നമ്മൾ കണ്ടായിരുന്നു അല്ലേ. സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ഓഫ് അമോണിയം ക്ലോറൈഡിൻ്റെ പൂരിത ലായനി തയ്യാറാക്കിയ സന്ദർഭത്തിൽ നമ്മൾ കണ്ടു. കുറച്ച് സൊല്യൂട്ട്, കുറച്ച് ലീനം ഡിസോൾവ് ലയിക്കാതെ അവിടെ ബാക്കിയായി കിടക്കുന്നത് നമ്മൾ കണ്ടു. ഈസ് ഇറ്റ് പോസിബിൾ ടു ഡിസോൾവ് ഇറ്റ്? അവയെ ലയിപ്പിക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? ഉണ്ട്. നമുക്ക് അവയെ ചൂടാക്കുകയാണെങ്കിൽ, ആ ബീക്കറിനെ നമ്മൾ ചൂടാക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കാണാൻ സാധിക്കും? നമ്മൾ ആ ഇട്ട സൊല്യൂട്ട് അല്ലെങ്കിൽ ബാക്കി കിടക്കുന്ന ആ ലീനം എല്ലാം കൂടെ ആ ലിക്വിഡിലേക്ക് അല്ലെങ്കിൽ ആ സൊല്യൂഷനിലേക്ക് അലിഞ്ഞ് ചേർന്ന് കാണും. ആഡ് സം മോർ അമോണിയം ക്ലോറൈഡ് ആൻഡ് കണ്ടിന്യൂ ഹീറ്റിംഗ്. പിന്നെയും കുറച്ചുകൂടെ അമോണിയം ക്ലോറൈഡ് ഇടുക, ചൂടാക്കുക. വാട്ട് ഹാപ്പൻ? ഡസ് ദി സൊല്യൂട്ട് ഡിസോൾവ്? എന്താണ് സംഭവിച്ചത്? ലീനം ലയിക്കുന്നുണ്ടോ? യെസ്, അതെ, ലീനം ലയിക്കും. നമ്മൾ കുറച്ചുകൂടെ ആ സൊല്യൂട്ട് അല്ലെങ്കിൽ ലീനം നമ്മൾ ആ സൊല്യൂഷനിലേക്ക് ഇട്ട് കൊടുത്ത് ചൂടാക്കുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും? ഈ ലീനം അതിലേക്ക് ലയിച്ചു ചേരും. വെൻ യു ഹീറ്റ് ദി സാച്ചുറേറ്റഡ് സൊല്യൂഷൻ അമോണിയം ക്ലോറൈഡ്, ദി സോലുബിലിറ്റി ഓഫ് സൊല്യൂട്ട് ഇൻക്രീസസ്. നമ്മൾ ആ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ പൂരിത ലൈനി നമ്മൾ ചൂടാക്കുമ്പോഴത്തേക്ക് നമ്മൾ ഇട്ട് കൊടുത്ത ലീനം അമോണിയം ക്ലോറൈഡ് അല്ലെങ്കിൽ സൊല്യൂട്ടിൻ്റെ സോലുബിലിറ്റി ലയനത്വം കൂടുന്നു. അതിനനുസരിച്ച് നമ്മൾ കൂടുതൽ അമോണിയം ക്ലോറൈഡ് ഇട്ട് കൊടുക്കുമ്പോൾ, വാട്ടറിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് എന്ത് സംഭവിക്കും? ഈ ലീനം അല്ലെങ്കിൽ സൊല്യൂട്ട് കൂടുതലായിട്ട് അതിനകത്ത് ഡിസോൾവ് ആയി പോകും. ഇങ്ങനെ കിട്ടുന്ന സൊല്യൂഷനെ നമുക്ക് സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് വിളിക്കാം. എന്നിട്ട് ഈ ചൂടാക്കിയ സൊല്യൂഷനെ നമ്മൾ അനക്കാതെ നമ്മൾ തണുപ്പിക്കാനായിട്ട് കുറച്ച് നേരം ഇങ്ങനെ വെക്കുക. ഡസ് ദി സൊല്യൂട്ട് ഗെറ്റ് പ്രിസിപിറ്റേറ്റഡ്? ഈ ലീനം അവിഷ്കൃതപ്പെടുമോ? റെക്കോർഡ് യുവർ ഒബ്സർവേഷൻ. നിരീക്ഷണ ഫലം രേഖപ്പെടുത്തുക. വെൻ യു ലീവ് ദി സൊല്യൂഷൻ അൺഡിസ്റ്റർബ്ഡ്, നിങ്ങൾ സൊല്യൂഷനെ അനക്കാതെ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ, എന്നിട്ട് അലോ ഇറ്റ് ടു കൂൾ ഗ്രാജുവലി ടു റൂം ടെമ്പറേച്ചറിൽ അതിനെ തണുപ്പിക്കാനും വിടുക. You will observe that the solute ammonium chloride begins to precipitate. അപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഇത് തണുക്കും തോറും നമ്മൾ ആഡ് ചെയ്ത് കൊടുത്ത ലീനം സൊല്യൂട്ട് അമോണിയം ക്ലോറൈഡ് അവിഷ്കൃതപ്പെടുന്നത്, പ്രിസിപിറ്റേറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. സൊല്യൂഷനകത്ത് അവിഷ്കൃതപ്പെടുന്നത് കാണാൻ സാധിക്കും. ദിസ് ഹാപ്പൻസ് ബിക്കോസ് ദി സോലുബിലിറ്റി ഓഫ് അമോണിയം ക്ലോറൈഡ് ഡിക്രീസസ് ആസ് ദി ടെമ്പറേച്ചർ. ചൂട് കുറയുന്നതോറും അല്ലെങ്കിൽ താപനില കുറയുന്നതനുസരിച്ച് നമ്മൾ ഇട്ട് കൊടുത്ത അമോണിയം ക്ലോറൈഡ് ലീനത്തിൻ്റെ സൊല്യൂട്ടിൻ്റെ ലയത്വം സോലുബിലിറ്റി കുറയുകയും അങ്ങനെ അത് പ്രിസിപിറ്റേറ്റായി മാറുകയും ചെയ്യുന്നു. സൊല്യൂഷനിൽ അത് അവിഷ്കൃതപ്പെടുന്നു. നമ്മൾ ഫിഗർ 6.4 നോക്കിയാൽ നമുക്ക് സാധിക്കും. ഓൺ കൂൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ അതിപൂരിത ലായനി നമ്മൾ തണുപ്പിക്കുമ്പോഴത്തേക്ക് അവ സൊല്യൂട്ട് ലീനം എന്തായി മാറുന്നു? ക്രിസ്റ്റൽസ് ഫോമിൽ സൊല്യൂഷനിൽ ഫോം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ എ സൊല്യൂഷൻ വിച്ച് കണ്ടെയ്ൻസ് മോർ എമൗണ്ട് ഓഫ് സൊല്യൂട്ട് ദാൻ റിക്വയർഡ് ടു സാച്ചുറേറ്റ് ഇറ്റ് അറ്റ് എ പർട്ടിക്കുലർ ടെമ്പറേച്ചർ ഈസ് കോൾഡ് സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. നിശ്ചിത താപനിലയിൽ പൂരിതമാകാൻ ആവശ്യമായതിൽ കൂടുതൽ ലീനം ലയിച്ചു ചേർന്ന് ലായനിയെ അതിപൂരിത ലായനി എന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ ഒരു നിശ്ചിത താപനില അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ കൊടുത്ത് നമുക്ക് സാച്ചുറേറ്റഡ് ആക്കാൻ അല്ലെങ്കിൽ പൂരിതമാക്കുവാൻ നമ്മൾ ഒത്തിരി സൊല്യൂട്ട് ലീനം ആഡ് ചെയ്യും. അതിൽ കൂടുതൽ സൊല്യൂട്ട് ലീനത്തെ നമ്മൾ ലയിപ്പിച്ച് ചേർത്ത് ഉണ്ടാക്കുന്ന ലായനിയാണ് സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ അല്ലെങ്കിൽ അതിപൂരിത ലായനി എന്ന് പറയുന്നത്. Does a supersaturated solution remain stable for a long period? What may be the reason? അതിപൂരിത ലായനി സ്ഥിരമായി നിലനിൽക്കുമോ? എന്തുകൊണ്ടായിരിക്കും? ഒരിക്കലും ഒരു അതിപൂരിത ലായനി അല്ലെങ്കിൽ സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ കൂടുതൽ നേരം നിലനിൽക്കുകയില്ല. കാരണം അതിൽ നമ്മൾ ടെമ്പറേച്ചർ കൊടുത്താണ് കൂടുതൽ സൊല്യൂട്ട് അല്ലെങ്കിൽ ലീനത്തെ അതിൽ ലയിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് ഹോൾഡ് ചെയ്യാൻ പറ്റിയതിലും അധികം സൊല്യൂട്ടിനെ നമ്മൾ ലയിപ്പിച്ച് ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് അതിനൊരു സ്ഥിരമായിട്ട് സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷനായിട്ട് നിലനിൽക്കാൻ സാധിക്കുകയില്ല. The excess solute can be precipitated.
അപ്പോൾ ലയിച്ച ലീനം അവിടെ അടിയുന്നില്ല, അവർ അവിഷ്പിതപ്പെടുന്നു, പ്രിസിപ്റ്റേറ്റ് ചെയ്യുന്നു. ആൻഡ് ഇറ്റ് ക്യാൻ ചേഞ്ച് ഇൻ ടു സാച്ചുറേറ്റഡ് സൊല്യൂഷൻ അഗൈൻ. അത് തിരിച്ച് പിന്നീട് അതിപൂരിത ലൈനി എങ്ങനെയായി മാറുന്നു? പൂരിത ലൈനിയായി മാറുകയും ചെയ്യുന്നുണ്ട്. ബട്ട് ഇഫ് ഇറ്റ് ഈസ് കെയർഫുള്ളി ബ്രോട്ട് ടു റൂം ടെമ്പറേച്ചർ ദി ഡിസോൾഡ് സോൾട്ട് ഓഫൻ ഡസ് നോട്ട് പ്രിസിപ്റ്റേറ്റ്. പലപ്പോഴും ലയിച്ച ലീനം അടിയുന്നില്ല. നമ്മളൊരു സാധാരണ താപനിലയിലേക്ക് ശ്രദ്ധാപൂർവം കൊണ്ടുവരുവാണെങ്കിൽ ഒരിക്കലും ആ ലയിച്ച ലീനം അല്ലെങ്കിൽ സൊല്യൂട്ട് അടിയുന്നതായിട്ട് കാണാൻ സാധിക്കുകയില്ല. അങ്ങനെ തയ്യാറാക്കിയ അതിപൂരിത ലൈനിയിൽ എങ്ങനെയാണ് ക്രിസ്റ്റലുകൾ രൂപപ്പെടുന്നത് നമുക്ക് നോക്കാം. ലെറ്റ് us see how crystals are formed in the supersaturated solution thus prepared. ചില സമയങ്ങളിൽ നമ്മൾ ശ്രദ്ധാപൂർവം അത് റൂം ടെമ്പറേച്ചറിൽ അവരെ കൂളാകും, തണുപ്പിക്കുമ്പോഴത്തേക്ക് അവിടെ പ്രിസിപ്റ്റേറ്റുകൾ ഫോം ചെയ്യുന്നതായിട്ട് അല്ലെങ്കിൽ നമ്മൾ ആഡ് ചെയ്ത ലീനം പ്രിസിപ്റ്റേറ്റായി മാറുന്നതായിട്ട് കാണാൻ നമുക്ക് സാധിക്കുകയില്ല. ശ്രദ്ധാപൂർവം ഇതിനെ സാധാരണ താപനിലയിലേക്ക് കൊണ്ടുവന്നാൽ പലപ്പോഴും നമുക്ക് ലയിച്ച ലീനം ആവിഷ്പിതപ്പെടുന്നതായിട്ട് കാണാൻ സാധിക്കുകയില്ല. അങ്ങനെ തയ്യാറാക്കിയ അതിപൂരിത ലൈനി, അങ്ങനെ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷനിൽ എങ്ങനെയാണ് ക്രിസ്റ്റലുകൾ രൂപപ്പെടുന്നതെന്ന് നമുക്ക് നോക്കാം. ഗ്രോയിങ് ക്രിസ്റ്റൽസ്, വളരുന്ന പരൽ. 2 ബീക്കർ എടുക്കുക. ഒരു ബീക്കറിലേക്ക് സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ഓഫ് കോപ്പർ സൾഫേറ്റിൻ്റെ അതിപൂരിത ലൈനി എടുക്കുക. ഒരു ബീക്കറിലേക്ക് സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ഓഫ് പൊട്ടാസ്യം നൈട്രേറ്റ്, അതിപൂരിത ലൈനി പൊട്ടാസ്യം നൈട്രേറ്റിൻ്റെയും എടുക്കുക. ഇൻ ടു ദിസ് സൊല്യൂഷൻ, ഈ 2 ലൈനിയിലേക്കും ഹാങ് 1 സ്മോൾ ക്രിസ്റ്റൽ ഈച്ച് ഓഫ് കോപ്പർ സൾഫേറ്റ് ആൻഡ് പൊട്ടാസ്യം നൈട്രേറ്റ്. ഓരോ ബീക്കറിലേക്കും കോപ്പർ സൾഫേറ്റിൻ്റെ ഒരു ക്രിസ്റ്റലും അടുത്ത ബീക്കറിലേക്ക് പൊട്ടാസ്യം നൈട്രേറ്റിൻ്റെ ഒരു ക്രിസ്റ്റലും ത്രെഡ് ഉപയോഗിച്ച് നമ്മൾ ഹാങ് ചെയ്ത് തൂക്കിയിടുക. വാട്ട് ചേഞ്ച് ഡു യു ഒബ്സർവ് ആഫ്റ്റർ സം ടൈം? എന്ത് വ്യത്യാസമാണ് നിങ്ങൾക്ക് കുറച്ച് സമയം കഴിയുമ്പോൾ കാണാൻ സാധിക്കുന്നത്? ഒബ്സർവ് ഇറ്റ് അഗെയിൻ ആഫ്റ്റർ എ ഡേ. റെക്കോർഡ് യുവർ ഒബ്സർവേഷൻ. അപ്പോൾ ഈ പിക്ചറിൽ കാണിച്ച പോലെ നമ്മൾ കോപ്പർ സൾഫേറ്റ് ലൈനിയും അതുപോലെ പൊട്ടാസ്യം നൈട്രേറ്റിൻ്റെയും അതിപൂരിത 2 ലൈനുകൾ എടുക്കുന്നു. അതിലേക്ക് ഓരോ കോപ്പർ സൾഫേറ്റിൻ്റെ ലൈനിയിലേക്ക് നമ്മൾ ഒരു ക്രിസ്റ്റൽ കോപ്പർ സൾഫേറ്റ് തൂക്കിയിടുന്നു. അതുപോലെ തന്നെ പൊട്ടാസ്യം നൈട്രേറ്റിൻ്റെ അതിപൂരിത ലൈനിയിലേക്കും നമ്മൾ ഒരു ക്രിസ്റ്റൽ പീസസ് ചെറിയത് നമ്മൾ പൊട്ടാസ്യം നൈട്രേറ്റ് അത് എവിടെയും നമ്മൾ തൂക്കിയിടുന്നു. അപ്പം നമുക്ക് കാണാൻ സാധിക്കുന്നത് അവിടെ ക്രിസ്റ്റൽസ് പരല് ഫോം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഒരു ദിവസം കഴിഞ്ഞ് നമ്മൾ ഒബ്സർവ് ചെയ്യുവാണെങ്കിൽ ക്രിസ്റ്റൽസ് വലുതായി രൂപപ്പെട്ടിരിക്കുന്നത്, ലാർജ് ക്രിസ്റ്റൽസ് ഫോം ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടുത്തെ സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻസ് അല്ലെങ്കിൽ അതിപൂരിത ലൈനുകൾ എന്ന് പറഞ്ഞാൽ സ്ഥിരതയുള്ളവരാണോ? അല്ല, അവർ അൺസ്റ്റേബിൾ ആണ്. അവർക്ക് സാധാരണ താപനിലയിൽ ഹോൾഡ് ചെയ്യാൻ പറ്റുന്നതിലും അധികം സൊല്യൂട്ട് അല്ലെങ്കിൽ ലീനം ആ ലൈനിയിൽ ഉണ്ട്. അപ്പോൾ നമ്മളൊരു സീഡ് ക്രിസ്റ്റൽ അല്ലെങ്കിൽ നമ്മളൊരു പരൽ നമ്മൾ അതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും? നമ്മൾ അവിടെ ക്രിസ്റ്റൽസ് ഫോം ചെയ്യാനുള്ള ഒരു സർഫസ്, ഒരു പ്രതലമാണ് നമ്മൾ അവർക്ക് കൊടുക്കുന്നത്. അപ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നു? ക്രിസ്റ്റൽസ്, അവിടുത്തെ സൊല്യൂട്ട് ക്രിസ്റ്റൽസ് ആയിട്ട് അല്ലെങ്കിൽ ലീനം ക്രിസ്റ്റൽസ് പരലായിട്ട് ഫോം ചെയ്യുന്നു. ഒരു ദിവസം കഴിയുമ്പോഴത്തേക്ക് ആ ക്രിസ്റ്റൽസ് ഫോം ചെയ്യുന്നത് വളർന്ന് ഒരു ലാർജ് ക്രിസ്റ്റൽസ് അല്ലെങ്കിൽ വലിയ ക്രിസ്റ്റൽസ് പരലായിട്ട് മാറുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ദി പ്രോസസ് ബൈ വിച്ച് ക്രിസ്റ്റൽസ് ഓഫ് ദി സൊല്യൂട്ട് ആർ ഫോംഡ് വെൻ എ സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ഈസ് കൂൾഡ് സ്ലോലി ഈസ് കോൾഡ് ക്രിസ്റ്റലൈസേഷൻ. അതിപൂരിത ലൈനിയെ സാവധാനത്തിൽ തണുപ്പിക്കുമ്പോൾ ലീനത്തിൻ്റെ ക്രിസ്റ്റലുകൾ രൂപപ്പെട്ടു വരുന്ന പ്രക്രിയയാണ് പരലീകരണം, ക്രിസ്റ്റലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ അതിപൂരിത ലൈനിയെ നമ്മൾ സാവധാനത്തിൽ സ്ലോലി ആയിട്ട് നമ്മൾ കൂൾ ചെയ്യുവാണെങ്കിൽ അതിനകത്ത് അടങ്ങിയിട്ടുള്ള ലീനം അല്ലെങ്കിൽ സൊല്യൂട്ടിൻ്റെ ക്രിസ്റ്റൽസുകൾ ഫോം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ക്രിസ്റ്റലൈസേഷൻ അല്ലെങ്കിൽ പരലീകരണം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ
നമ്മൾ സാവധാന താപനിലയിൽ അനക്കാതെ നമ്മൾ അവരെ തണുപ്പിക്കുമ്പോൾ പ്രസിപ്പിറ്റേറ്റ് അല്ലെങ്കിൽ അവഷ്പിതമാവാതിരിക്കുന്ന സമയത്ത് നമ്മൾ സ്വീറ്റ് ക്രിസ്റ്റൽ അല്ലെങ്കിൽ ഒരു ചെറിയ ക്രിസ്റ്റൽ ഉപയോഗിച്ച് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്ന സൊല്യൂട്ടിനെ അല്ലെങ്കിൽ ലീനത്തെ ക്രിസ്റ്റൽസ് ആയിട്ട് മാറ്റുകയും ചെയ്യുന്നുണ്ട്. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ക്രിസ്റ്റലൈസേഷൻ അല്ലെങ്കിൽ പരലീകരണം എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്കിത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.